ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ് റൈറ്റ് നൗ. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തൊട്ടടുത്ത കാലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്, നിങ്ങളുടെ റിയാലിറ്റി എന്തായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സാണ്, അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 പ്യൂരിഫിക്കേഷനാണ്, നമ്പർ 34 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് കാർഡ് നമ്പർ 2 ലൈറ്റ് 24 ആണ് നമ്പർ വന്നിരിക്കുന്നത്. കാർഡ് നമ്പർ 1 ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. കൂടാതെ നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് റെസനേറ്റഡ് ആവുന്നതാണ്. അതായത് ദിസ് ഈസ് എ ടൈംലെസ് റീഡിംഗ്. ഓക്കെ, സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 പ്യൂരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ്, ആണ് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏസ് ഓഫ് വാൻഡ്സ്, ഓക്കെ, ഗ്രേറ്റ് കാർഡ്. 8 ഓഫ് വാൻഡ്സ്, വാവ്. The world, the moon, 7 of swords, 2 of wands, 4 of pentacles and bottom energy, knight of wands ആണ്. നമുക്ക് ഓരോ കാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏസ് ഓഫ് വാൻഡ്സ്, ഇത് ഒരു തിരിച്ചറിവിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു തോട്ട്സിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ഒന്ന് മാറി ചിന്തിക്കണം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു തേർഡ് ഐ ചക്ര ആക്ടിവേഷനൊക്കെയാണ്. സ്പിരിച്വാലിറ്റി തീരെ ഒട്ടും സ്പിരിച്വൽ അല്ലാത്ത വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ സ്പിരിച്വാലിറ്റി ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തിനെ നിങ്ങൾ പുതിയ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജീവിതം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ, നിങ്ങൾ പലതിനെ നോക്കിക്കണ്ടിരുന്ന രീതി, ഇതിനൊക്കെ ഒരു മാറ്റം ഇവിടെ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അതായത് മറ്റ് വ്യക്തികൾ നിങ്ങളുടെ തലയിൽ ഫീഡ് ചെയ്ത് തന്നിരുന്ന തോട്ട്സിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ നല്ലൊരു എനർജിയാണ്. അതായത് ഒരു സ്പിരിച്വൽ ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിനെ നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങളെ തന്നെ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. 8 ഓഫ് വാൻഡ്സ്, ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നോ, ഇതിങ്ങനെയും ചെയ്യാമല്ലേ എന്നൊക്കെയുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ഗ്രാജ്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സെപ്പറേഷനിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി ചേഞ്ച് ആ വ്യക്തിയിൽ റിഫ്ലക്റ്റ് ആവാണ്. അതായത് എപ്പോഴും ഇതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ സോൾ കമ്മ്യൂണിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ. നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്കൊരു സെപ്പറേഷനൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത, വളരെ സൂൺ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വേൾഡ് കാർഡ്, ഇത് സ്ട്രോങ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നുണ്ട്. ആ ഒരു വലിയൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് നേടുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ട്. അതിലൂടെയാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു സൈക്കിള് നിങ്ങൾ പൂർത്തിയാക്കുന്നത് വഴി ഈ ഒരു വ്യക്തി വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായിട്ട് ഉള്ള സന്തോഷം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആക്ച്വലി ഹാപ്പി ആവുകയാണ് ഇവിടെ. ഇതിൽ ചില വ്യക്തികൾക്ക് ട്രാവലൊക്കെ
കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രാവലിംഗ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു സമാധാനമൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിനൊക്കെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ സന്തോഷം പുറത്തല്ല നിങ്ങൾ തേടേണ്ടത്, നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ തേടേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ആക്ച്വലി നിങ്ങളെ ഒരുപാട് കോൺഫിഡൻ്റ് ആക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതിനെ നിങ്ങളിപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടുകയല്ല ചെയ്യുന്നത്. ആൻഡ് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സോളിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട്. എന്നാൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറഞ്ഞൊരു ഫേസ് കഴിഞ്ഞിട്ട് ഇനി വിസ്ഡമാണ്, ഇനി ലൈറ്റാണ്, ഇനി ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ്, ഇനി ഹോപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഫാമിലിയിൽ ഒത്തൊരുമ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായിട്ട് ഇനി നിങ്ങളെ തളർത്താൻ ആർക്കും പറ്റാത്ത വിധം നിങ്ങൾ സന്തോഷമുള്ള വ്യക്തികളായി മാറുന്നുണ്ട്. തിരിച്ചറിവുകളാണ് ഒരു വ്യക്തിയെ എപ്പോഴും ആധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. ആൻഡ് 7 ഓഫ് സ്വോൺസ്, നിങ്ങൾ ഇപ്പോഴും ചില കാര്യങ്ങളെങ്കിലും രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാനാണ് നിങ്ങൾക്കിപ്പോഴും താല്പര്യം. ഇതിൽ നിങ്ങളെ ചില വ്യക്തികൾ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്നീക്ക് ഔട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത് ചില വ്യക്തികൾക്ക് നിങ്ങൾ ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില വ്യക്തികൾക്കുള്ള മെസ്സേജ് ആയിരിക്കും. രാത്രിയിൽ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റേണിൻ്റെ ഒരു എനർജി ഉണ്ട്. സാറ്റേൺ ഇസ് ആക്ച്വലി ടെല്ലിങ് യു, അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തിട്ടാണ് സാറ്റേൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശനീശ്വരൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വെളിച്ചത്തിൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉൾഭയം നിങ്ങളെ ഇപ്പോഴും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മുന്നോട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ശാശ്വതമായ പരിഹാരം തരും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ടെമ്പററി ആയിട്ട് ഹാപ്പിനെസ് ഒക്കെ തരുമായിരിക്കും, പക്ഷെ യു ഷുഡ് ആക്ച്വലി ഹാവ് ദ കറേജ്, ടേക്ക് ദ കറേജ് ടു ഡു വാട്ട് യു ലൈക്ക്. അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ ചില വ്യക്തികൾ വളരെ ക്രൂഗഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആരും പറ്റിക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങളാരെ പറ്റിക്കാം എന്ന് ഉള്ള രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്. അതായത് എന്നെ ആരെങ്കിലും പറ്റിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ അങ്ങ് പറ്റിക്കാം എന്നുള്ളൊരു ആത്മസംതൃപ്തിയിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ട്, അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂൺ കാർഡ് വരുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്ത് വരുന്നതിൽ ഇപ്പോഴും കുറച്ച് റെസിഡ്യൂവൽ എനർജി കിടക്കുന്നത് ഈ ഒരു ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലോ അവിടെ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുക എന്നുള്ളതാണ് കാര്യം. പിന്നെയും പിന്നെയും കർമ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്കിപ്പോഴും സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ റിസ്കുകൾ എടുക്കാൻ ഭയപ്പെടുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ ഇനിയും കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളൊരു ജീവിത മാറ്റത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. കാരണം കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾക്കൊരു തിരിച്ചറിവ് തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ റീസെൻ്റായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശീലമായിട്ടില്ലാതെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഷ്യസ്ലി കൂടുതലായിട്ട് ആ തിരിച്ചറിവുകളെ ആലോചിക്കുകയും ഊട്ടി ഉറപ്പിക്കുകയും വേണം മനസ്സിൽ. സോ ദാറ്റ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ഗ്രാബ് ദാറ്റ്. അത് ത്രൂ വേർഡ് ഓഫ് അഫർമേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ജേർണൽ എഴുതുന്നത് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിന് ലെറ്റർ എഴുതുന്നത് വഴി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ പരാതികളല്ല നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല നിങ്ങൾ എഴുതി വെക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വേർഡ് ഓഫ് അഫർമേഷൻസിൽ കൂടെ പറയേണ്ടത്.
നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള തിരിച്ചറിവുകളാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങളാണ് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള എനർജി കൊണ്ടുതരും എന്നുള്ളതാണ്. കാരണം വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, എപ്പോഴും സന്തോഷം മാത്രം അനുഭവിക്കുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിങ്ങളെയാണ് ആക്ച്വലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ മാനിഫെസ്റ്റേഷൻ്റെ പവർ ഇവിടെ വളരെ കുറവാണ് എന്നുള്ളത് മാത്രമാണ്. അത് കുറവാകാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ പ്യൂരിഫിക്കേഷനിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് സമയം കൂടെ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ തുടരുന്നത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ. ഗംഗാനദി നമുക്കറിയാം പുണ്യനദിയാണ്, സീക്രട്ട് റിവറാണ്. ഗംഗയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ തീരാത്ത പാപങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഒഴുകി വരികയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പരമശിവൻ്റെ ജടയിലാണ് ഗംഗാദേവി വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവറും വളരെ ശക്തമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഈ പറഞ്ഞ ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ഒരുപാട് ക്ലട്ടേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരുപാട് കൺഫ്യൂഷൻ, സംശയങ്ങൾ, എന്ത് ചെയ്യണം, ഏതാണ് ശരി, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു വ്യക്തതയിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. ആ ഫ്യൂച്ചർ എന്തായിരിക്കണമെന്നുള്ള ഒരു വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായി, വഴക്കിട്ടു, ഈ എനർജി നിങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ഇതുകൊണ്ട് തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈവൻ ദോ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു വഴക്കോ പരിഭവമോ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും മാനസികമായി നിങ്ങൾ ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളിലും അവർ പറയുന്ന കാര്യത്തിലും ഒക്കെ നിങ്ങൾക്കൊരു ദേഷ്യമാണ് ഉണ്ടാവുക. ഇതിങ്ങനെ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ പൈലപ്പായി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദേഷ്യം മാത്രമാണ് മനസ്സിലുണ്ടാവുക. സന്തോഷം, സമാധാനം, എൻജോയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ നിറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റിലീസ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ, ഡീറ്റോക്സ് ചെയ്യുക. ട്രാവലിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു മാറ്റമാണ്, ഒരു ചേഞ്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളിപ്പോഴും തുടരുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പ്രശ്നം. കാര്യങ്ങളൊക്കെ കുറേ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ആ മാറ്റത്തിലേക്ക് എത്തിപ്പെടാൻ. അതിന് സഹായിക്കുന്നതാണ് ഒരു എൻവയൺമെൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് വാരണാസിയാണ്. സോ ഇവിടേക്ക് ഒരുപാട് പേര് നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, വാരണാസിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ആൻസിസ്റ്റർ ഹീലിങ്സ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇത് ഈ ഒരു പ്യൂരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫ് ഫോഴ്സ്, എനർജി സ്ട്രോങ്ങർ ആക്കുകയും പ്യുവർ ആക്കുകയും ചെയ്യാണ്. അതായത് നിങ്ങളുടെ ഓറ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ക്ലാരിറ്റി ഉള്ള വ്യക്തിയാകുന്നു അത്രത്തോളം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടത്താൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കും ലോകത്തിനും മറ്റുള്ളവർക്കെല്ലാവർക്കും ഒരു ബെനിഫിറ്റും അത്രത്തോളം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതം അർത്ഥവത്താവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള സൊല്യൂഷൻസ് നമ്മളിവിടെ പറഞ്ഞു. കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ലൈറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം.
യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ലൈറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ് റൈറ്റ് നൗ? Hierophant. Okay. 6 of Swords. 10 of Wands. Justice. Great energy. 3 of Cups. Celebration. Wheel of Wands. The Lovers in bottom energy. 6 of Wands. നമുക്ക് ഓരോ കാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹെയർഫൻറ്റ് ഇത് ഒരു സ്പിരിച്വൽ എനർജിയാണ്, സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു എനർജിയാണ്, ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു എനർജിയാണ്. ദ റൈറ്റ് ഗുരു, അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഡിവൈനായിട്ട് മുന്നിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. വാ, സ്പിരിച്വലി നിങ്ങൾ എലിവേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് സൈക്കോളജിക്കലി ഇവോൾവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതിനുവേണ്ടി നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് സ്ട്രോങ്ങർ ആക്കാൻ നിങ്ങളെ ഈ സ്പിരിച്വൽ സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 6 ഓഫ് സ്വാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ചിന്താരീതി നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ ആവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് കണ്ടെത്താനായിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് കുറച്ച് ഈസിയാണ്. നിങ്ങളുടെ കാർമിക് ഡെറ്റ്സുകളുടെ ഒരു ഭാരം കുറയുന്നുണ്ട്. 10 ഓഫ് വാൻഡ്സ് ആണ്. ഇതിൽ മേജറായിട്ട് എടുത്തു പറയുന്നത് ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങി നടക്കാനുള്ള കറേജ് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ടോക്സിക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷൻസ്, ടോക്സിക് ആയിട്ടുള്ള എന്ത് വസ്തുക്കളും എന്ത് കാര്യത്തിൽ നിന്നും നിങ്ങൾ ഇത്രയും നാളും അത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു, ഈവൻ ദോ ടോക്സിക് ആണെങ്കിലും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ബർഡൻ നിങ്ങൾക്ക് ഒഴിവാകുകയാണ് അതുവഴി. യെസ്, യൂണിവേഴ്സ് ഇസ് ഗിവിങ് യു ദ ജസ്റ്റിസ് റൈറ്റ് നൗ. ശരിക്കും നമ്മൾ ഒരു ബ്രേക്ക് ഈവനിലെത്തി എന്ന് പറയാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയും നെഗറ്റീവ് കർമ്മയും നിങ്ങളുടെ ഈ ജന്മത്തിലുള്ള പുണ്യകർമ്മങ്ങളും തമ്മിൽ ശരിക്കും ഒരു ടാലി ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ പാപകർമ്മങ്ങൾ മുൻജന്മങ്ങളിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പടി മുകളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ തതുല്യമായിട്ടെങ്കിലും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നിങ്ങൾ എന്ത് കർമ്മ ചെയ്യുന്നു അനിശ്ചിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനർജീസ് അട്രാക്റ്റഡ് ആയി വരും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ജസ്റ്റിസ് ആണ്. ദ ഡിസൈഡിങ് ഫാക്ടർ ഇസ് യു. നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ ആവണമെന്നുള്ള ഡിസൈഡിങ് ഫാക്ടർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു സെലിബ്രേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ, ഗ്യാദറിങ്, ഒരു നൊസ്റ്റാൾജിക് എൻവയൺമെൻ്റ് ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഉടനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് സംഭവിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ചില വ്യക്തികൾക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നടക്കാൻ പോകുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ജീവിതത്തിൽ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസിങ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു, ദ വേ യു ഹാൻഡിൽഡ് ദ ചാലഞ്ചസ്, നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും ഓവർകം ചെയ്ത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള തരത്തിൽ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുന്നവർക്കൊരു മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. നിങ്ങൾ ആക്ച്വലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾമേറ്റിൻ്റെ ഒരു എൻട്രി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചോയ്സസ് മേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളൂ, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നല്ല. എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്കൊരു 2 സൈഡ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള
ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുള്ള സമയമാണ്. മുന്നോട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾ ഏത് പാത സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം. ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ബൈ ദ ഏഞ്ചൽസ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ദ വെരി ഫസ്റ്റ് തോട്ട്സ്, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഇത് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. അവർ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, മനസ്സിന് ഇഷ്ടമില്ലാത്തത് എന്ത് തന്നെ ജീവിതത്തിലുണ്ടെങ്കിലും അത് ഉപേക്ഷിച്ച് പോകാനുള്ള കരുത്ത് കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങളോടാണ് അണ്ടർസ്റ്റാൻഡിങ്. അതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കി, അതൊരു വസ്തു ആണെങ്കിൽ പോലും അതിനെ മനസ്സിലാക്കി, അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പുകളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ മനസ്സിലാക്കിയിട്ടാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് കൂടെ നിർത്തേണ്ടത്. എന്നാൽ നിങ്ങൾക്കൊരു തരത്തിലും സ്നേഹമില്ല, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഒന്നും നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഒരു കോംപ്രമൈസിങ് സ്റ്റേജ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു. നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആക്ച്വലി യു ആർ മാനിഫെസ്റ്റിംഗ് ഫെയിം, റെക്കഗ്നീഷൻ, റിവാർഡ്സ്. അതായത് ഒരു ലൈം ലൈറ്റിൽ വരിക, നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ അംഗീകാരം, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഒക്കെ നടക്കുക. അത് ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ നിങ്ങൾ ഉയരുന്ന തരത്തിലുള്ളൊരു ഫെയിം, ഓൾസോ ഒരു സോൾമേറ്റുമായിട്ടുള്ളൊരു മാരേജ്, ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് സ്ട്രോങ്ങർ ആക്കാൻ മനസ്സിന് ഇഷ്ടമില്ലാത്ത എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു ടോപ്പിക്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.